ഹായ് ഫ്രണ്ട്സ്, എക്സ്ട്രീം വേവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലെ ഫോട്ടോസ് കൂട്ടിച്ചേർത്ത് മെമ്മറീസ് ആൽബം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. മെമ്മറീസ് ആൽബം മെയിനായി ഉപയോഗിക്കുന്നത് ഒരാളുടെ കുട്ടിക്കാലം മുതലുള്ള ഫോട്ടോകൾ കളക്ട് ചെയ്ത് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കൂടെ ആഡ് ചെയ്ത് വീഡിയോ ആക്കി മാറ്റാനാണ്. ബർത്ത്ഡേ, വെഡ്ഡിംഗ്, പിക്നിക്, ഗെറ്റ് ടുഗദർ ഇങ്ങനെയുള്ള ഏത് ഫംഗ്ഷൻ്റെയും ഫോട്ടോകൾ കൂട്ടിച്ചേർത്ത് മെമ്മറീസ് ആൽബം നമുക്കുണ്ടാക്കാവുന്നതാണ്. മെമ്മറീസ് ആൽബം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയി കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയ ശേഷം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്ത് 16:9 എന്ന ആസ്പെക്ട് റേഷ്യോയിൽ ഒരു ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ആക്കി. ഇനി ഫോട്ടോസ് ഓട്ടോമാറ്റിക്കായി സ്ക്രീൻ ഫിറ്റ് ആകാൻ വേണ്ടി സെറ്റിംഗ്സിൽ പോയി എഡിറ്റിങ്ങിൽ പോയി ഫിൽ സ്ക്രീൻ സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. ഇനി മീഡിയയിൽ പോയി ഫോട്ടോസ് ആഡ് ചെയ്യാം. ഞാൻ ഒരു ഓർഡറിലാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത്. ഓർഡർ ഇല്ലാതെ ആഡ് ചെയ്താൽ പിന്നീട് ടൈം ലൈനിൽ നിന്നും ഡ്രാഗ് ചെയ്ത് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫുൾ ആഡായി. ഓക്കെ കൊടുത്തു. ഇനി രണ്ട് ഫോട്ടോകൾക്കിടയിലുള്ള ട്രാൻസിഷൻ സെക്ഷനിൽ സെലക്ട് ചെയ്തു. റൈറ്റ് സൈഡിൽ നിന്നും ട്രാൻസിഷൻ എഫക്ട്സിൽ പോയി ഗെറ്റ് മോർ സെലക്ട് ചെയ്തു. 3Dയിൽ നിന്നും മെമ്മറീസ് ആൽബം സെലക്ട് ചെയ്തു. ഓക്കെ. ഡൗൺലോഡ് സെലക്ട് ചെയ്തു. ഡൗൺലോഡായി. ബാക്ക് വന്നു. ഇനി രണ്ട് ഫോട്ടോകൾക്കിടയിലുള്ള ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ നിന്നും ട്രാൻസിഷൻ എഫക്ട്സിൽ നിന്നും മെമ്മറീസ് ആൽബം സെലക്ട് ചെയ്തു. ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്തു. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഫോട്ടോസിലും ട്രാൻസിഷൻ ആഡ് ചെയ്യണം. ടോട്ടൽ 6 എഫക്ട്സ് ആണ് മെമ്മറി ആൽബത്തിലുള്ളത്. ഇത് മിക്സാക്കി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫുള്ളായി. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ് കൂടെ ആഡ് ചെയ്യണം. അതിനായി ഓഡിയോയിൽ പോയി ഞാൻ ഫോണിൽ നിന്നും ഒരു സോങ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ. പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തു. ഓക്കെ കൊടുത്തു. ഇനി ടൈം ലൈനിൽ പോയി ലാസ്റ്റ് ഫോട്ടോയുടെ ലെങ്തിൽ വെച്ച് ഓഡിയോ ക്ലിപ്പ് കട്ട് ചെയ്യാം. ഓഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തു. ട്രിമ്മിൽ പോയി ട്രിം അറ്റ് റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇനി ഒന്ന് പ്ലേ ആക്കി നോക്കാം.
ഓക്കെ, വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി ഷെയർ കൊടുത്തു. റെസൊല്യൂഷൻ ഫുൾ HD 1080. ഫ്രെയിം റേറ്റ് 30 ആണ്. ബിറ്റ് റേറ്റ് ഹൈ കൊടുത്തു. എക്സ്പോർട്ട് സെലക്ട് ചെയ്തു. വീഡിയോ എക്സ്പോർട്ട് ആവുന്നുണ്ട്. ഈ എക്സ്പോർട്ട് ആവുന്ന വീഡിയോ ഫോൺ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായി സേവ് ആകും. എക്സ്പോർട്ടായി. ഇനി കൈൻമാസ്റ്റർ ക്ലോസ് ചെയ്യാം.